ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞങ്ങൾ മറ്റേ ക്രാബിന് വേണ്ടിയിട്ട് കൂട് വയ്ക്കാൻ പോവാണ്. അതായത് ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ രമേഷ് ഭായി അതിന് വേണ്ട ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് ഞണ്ടിനെ പിടിക്കാനുള്ള കൂട്. ഇത് കടലിലേക്ക് ഇതിപ്പോൾ നമ്മൾ എന്നിട്ട് ചേട്ടാ വയ്ക്കുന്നത് കൂന്തളാണ് ഇപ്പോൾ അതിന് തീറ്റയായിട്ട് വെക്കുന്നത്. പിന്നെ മീനും വെക്കുന്നുണ്ട്. കൂന്തള് ഇതിൻ്റെ ഉള്ളിൽ വെക്കും. മീനും അതിൻ്റെ ഒപ്പം തന്നെ വെക്കുന്നുണ്ട്. കണ്ടോ, അതായത് ഒരു ഇരുമ്പിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ നെറ്റ് ഇട്ടേക്കാണ്. അത് ഞണ്ടിനുള്ള നെറ്റല്ല, അത് ഞണ്ടിനെ പിടിക്കണ, അതായത് അതിനുള്ള ഒരു ടൈപ്പ് നെറ്റാണ്. ഇതിൻ്റെ സിസ്റ്റം കണ്ട ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് കയറി ഉള്ളിലേക്ക് പോവുക. ഇവിടെ അതുപോലെ ഒന്ന് എല്ലാ അതായത് ഇത് ഈ കൂടിന് ചുറ്റിനും ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ മീനെ പിടിക്കണ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് സിസ്റ്റം. അപ്പോൾ ഇന്നലെ രമേഷ് ഭായിനെ ബോസ് വിളിച്ചിട്ട് പറഞ്ഞു കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട്, ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പൊടിക്കാറ്റായിരുന്നു. അത് കാരണം കടലിലേക്കും ശരിക്ക് നല്ല കാറ്റും ഒക്കെ കാരണം ഇന്നലെ വെച്ചില്ലേ, മീന് വെച്ച് ആള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂട് കടലിൽ വയ്ക്കും. அதனால மொத்தத்துல நம்ம இது சும்மா கட்டி கட்டி போடுறோம். ശരിക്കും ഇതിൻ്റെ ഉള്ളൊരു കുപ്പി കണ്ടോ, നേരത്തെ കളിച്ചില്ല ചേട്ടാ കുപ്പി. ഈ ബോട്ടിൽ കണ്ട, ഈ ബോട്ടിൻ്റെ ഉള്ളിലാണ് ശരിക്ക് വെക്കുക, ഇര വെക്കുക. ഇതിൽ വെച്ചാ ഒരു വാരത്തേക്ക് എടുക്കാം. ഒരാഴ്ചത്തേക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിരിക്കും. ഇങ്ങനെ പുറത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവർ കഴിച്ചു തീർക്കും. അപ്പോൾ അതാള് വെറുതെ വെച്ചിട്ടുള്ളതാണ്. ഇത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളത് വെറുതെ വെച്ചിട്ടുള്ളതാ. ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഭയങ്കര ഒരു ക്രേസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ പൈസ ഉള്ള ആൾക്കാർ, പൈസ ഇല്ലാത്ത ആൾക്കാരൊന്നൊന്നുമില്ല. ഞങ്ങളുടെ ബോസിന് ക്രേസാണ്. ആള് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒമാനിലേക്കും പോവും. ഇതിപ്പോൾ കഴിഞ്ഞ, അതായത് ഇതിപ്പോൾ ഏപ്രിൽ 15-ാം തീയതിയാണ് ഇന്ന് ഡേറ്റ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആള് ദുബായിലും അതുപോലെ തന്നെ ഒമാനിലേക്ക് ആയിരുന്നു ഫിഷിങ്ങൊക്കെ ആയിട്ട്. അതൊരു എൻജോയ്മെന്റ്. അതല്ലാണ്ട് വെറുതെ അതെ ഇപ്പം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ വെക്കുക. എന്നിട്ട് അത് അടിയിൽ കെട്ടി വയ്ക്കില്ലേ അത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ വെക്കും. അപ്പോൾ ഞാനതിനി വെക്കുമ്പോൾ വെക്കണത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇവിടെയും ഒരു ഹോളുണ്ട് കേട്ടോ. ആ ഹോളിന് കെട്ടും. ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റി വയ്ക്കും. അപ്പോൾ ടൈറ്റായി. അപ്പോൾ അതിങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. കണ്ട ഇവിടെ കണ്ട ഈ ഹോളുകൾ, ഇതിൻ്റെ ഉള്ളിലൂടെയാണ് മീൻ കിടക്കുക. അല്ല ഞണ്ട് മീൻ കിട്ടും ഇതിൻ്റെ ഉള്ളിൽ. മീനും ഉണ്ടാവും. ഈ കൂന്തളൊക്കെയും പോവും അതിൻ്റെ ഉള്ളിൽ. പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടെ ഞങ്ങളുടെ അവിടെ അതിനെ കുരുത്തി എന്ന് പറയാ. നമ്മുടെ അവിടെ അതിനെ കുരുത്തി എന്ന് പറയാ. അതെ, അതിൻ്റെ വേറൊരു സിസ്റ്റം. കറിക്കോട്. ഇതെല്ലാം ഫുഡൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എവിടേക്കും കൊണ്ട് വെക്കണത്. അതേ കടലിൽ വെള്ളം കുറവാണ് ഇപ്പോൾ. ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഇറങ്ങിപ്പോണ സമയമാണ്. അതിൻ്റെ ആംഗിള് വരയ്ക്കുക വെള്ളമുള്ളപ്പോൾ. ഇനി ഇന്നിപ്പോൾ ഇത് അവിടെ വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ച് രാവിലെ എടുക്കും. ഞാൻ ആദ്യം ഫസ്റ്റ് കുവൈറ്റിൽ വരുന്ന സമയത്ത്
ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു കല്ല് പോലെ കിടക്കണ റൗണ്ടിൽ കിടക്കണുണ്ടത്, ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ മീനെ പിടിക്കാനൊരു ട്രാപ്പായിരുന്നു. അത് ഇവിടുന്ന് ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അവിടേക്ക്, അതായത് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് കണക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക സംഭവം ഉണ്ടായിരുന്നു. നല്ല ഹൈറ്റിൽ കെട്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് പറഞ്ഞിട്ട് പൊളിച്ചു മാറ്റി. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് അവിടെ കിടക്കുന്നത്. അതിലാകുമ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഇഷ്ടം പോലെ മീനുകളുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഏരിയയിലാണ് അത് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ വലിയ മീനുകളും അതുപോലെ തന്നെ ഒരുവിധ എല്ലാ സാധനങ്ങളും അതിലുണ്ടാവും, എല്ലാ ഫിഷുകളും അതിലുണ്ടാവും. അതിന് വേണ്ടി കെട്ടിയതിൻ്റെ നമ്മൾ പറയുന്നത് അവശിഷ്ടമാണ് ആ കിടക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 8 വർഷമായിട്ടുണ്ടാവും അത് ഇവിടുന്ന് മാറ്റിയിട്ട്. ഒരു പാലം പോലെ ഇപ്പോൾ അറ്റത്ത് കണ്ട അതേപോലെ ഒരു പാലം പോലെ കെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതേപോലെ അങ്ങനെ കെട്ടിയിട്ട് അവിടെ ഒരു ഈ മുളയ്ക്കും വെച്ചിട്ട് നമ്മുടെ ഈ ട്രാപ്പ് പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കിടക്കുന്നത്. ആളിപ്പോൾ അത്യാവശ്യം നല്ല ദൂരെയാണ് കേട്ടോ. ആൾക്ക് മീൻ പിടിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസാണ്. രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ ആൾ ഒറ്റയ്ക്ക് പോവും. ആള് കടലിലേക്ക് ഒറ്റയ്ക്ക്. ആൾക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു എന്താ പറയുക, ഒരു ക്രൈസാണ് എപ്പോൾ വേണമെങ്കിലും. ചേട്ടാ ഇന്നലെ കൂട് വെച്ചിട്ട് ഇന്ന് നൈറ്റാണ് എടുത്തത്. ഇത്രയും ഞണ്ടിനെ കിട്ടി. ഈ ഞണ്ടിനൊക്കെയും കൂന്തള് ഞണ്ട് ഇതൊക്കെയും ആ കൂട്ടീന്ന് കിട്ടിയതാണ്. പിന്നല്ലേ ഇതൊക്കെ ആ കൂട്ടീന്ന് കിട്ടിയതാണ്. ഇനിയും രണ്ടാമത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ദിവസമാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്.